ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാഷിദക്കി. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കുക്കിംഗ് തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബർഫിയാണ്. അതിന് പാൽക്കോവ എന്ന് പറയും. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ അതും വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് അമൃതപ്പൊടിയാണ്. അപ്പോൾ ഇതിൽ ചെറിയ കുട്ടികളുള്ള വീട്ടിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത് വെച്ചാൽ നമുക്ക് അടിപൊളി ബർഫി അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിന് മെയിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് അമൃതപ്പൊടി, പിന്നെ ഫ്ലേവറിനാണ് നമ്മളിവിടെ ബൂസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇത്രയാണ്: അമൃതപ്പൊടി, ബൂസ്റ്റ്, തേങ്ങ, പാല്, പഞ്ചസാര. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ചായപാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഇനി നമുക്കിത് സിമ്മിലോട്ടാക്കി കൊടുക്കാം. നല്ല വെണ്ണ ആക്കി കൊടുക്കാം. ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇത് നല്ല വെണ്ണ ആക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ബൂസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലേവറിനാണ് ഈ ബൂസ്റ്റ് കൂടി ഇട്ട് കൊടുക്കണേ. നല്ല വെണ്ണ ഇളക്കി കൊടുക്കുക. അപ്പൊ നമ്മളിതാ പാൻ എടുത്താൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് ഇനി ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇത് അപ്പൊ ഇതാ മുഴുവനായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ നെയ്യിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഈ തേങ്ങ. ഇനി ഇതിലോട്ട് 1.5 കപ്പ് അമൃതപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ല വെണ്ണം അതിനൊപ്പം തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി അതൊന്ന് നമുക്കൊന്ന് അത് വെന്ത് വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ച് മാത്രം അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് അതിൻ്റെ ഒരു ബലത്തിന് വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് പഞ്ചസാര പൊടിച്ചതും 1/2 കപ്പ് പൊടിച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ഇതിനൊപ്പം നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഏലക്കായ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കേണ്ടത്, അത് ശ്രദ്ധിക്കുക. നമ്മൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നിർത്താതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് 5 മിനിറ്റ് ഇതാ വേവിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ മൊത്തത്തിൽ ഇട്ട് നമുക്ക് വേണ്ട ടൈം 5 മിനിറ്റ് ആണ്. ഇനി നമുക്ക് ഇതിലോട്ട് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ബൂസ്റ്റ് കലക്കിയ പാല് കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വളരെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ നല്ല വെള്ളം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല വെള്ളം ഇളക്കി കൊടുത്തതാ ഇങ്ങനെ കട്ടിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി കുറച്ചുകൂടി കട്ടിയാവാണ്ട്. അതിനുശേഷം നമുക്കിത് ട്രെയിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതാ ഇങ്ങനെ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നെയ്യ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഇതിവിടെ ഉറച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കോവ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ട്രെയിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യുന്ന പാത്രത്തിൽ കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ആയിട്ടൊന്ന് തടവി കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഈ മിക്സ്ചർ ഇതാണ്ടോ നമ്മൾ ട്രെയിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മളിതാ അത് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് ഫ്രിഡ്ജിലോട്ട് കൊണ്ടുപോയി വെക്കാം. 1 മണിക്കൂറാണ് ടൈം. അത് നമുക്ക് നമ്മുടെ പാൽക്കോവ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്.
അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ച് ഷേപ്പാക്കി എടുക്കാം. ഇനി നമുക്ക് മറ്റേ രീതിക്ക് മുറിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മറ്റേ മുറിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ കണ്ടോ, നമ്മുടെ ബർഫി ഇത് അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, അടിപൊളി ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമുക്ക് ഒരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, അടിപൊളി ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. സത്യം പറയാലോ, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ആ നെയ്യും തേങ്ങയും എല്ലാം ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്താ പറയുക, സൂപ്പർ. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ സംഭവം നല്ല അടിപൊളി കറക്റ്റ് അതിൻ്റെ പെർഫെക്ഷൻ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പഞ്ചസാര പേടിയുള്ളവർക്കാണ് ഇതിന് ശർക്കരയും ഉപയോഗിക്കാവുന്നതാണ്. എന്നാലും ഇതിൻ്റെ ടേസ്റ്റിന് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ ഇതാണെങ്കിൽ നമുക്ക് വളരെ ആരോഗ്യപ്രദമാണ്. അമൃതപ്പൊടി ആയതുകൊണ്ട് വിശ്വസിച്ച് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് നിങ്ങളുടെ വീട്ടിൽ പോയി ട്രൈ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്താൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലോട്ടും കുടുംബക്കാരിലോട്ടും ഈ പുതിയ അറിവ് എത്തിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വരാമെന്ന് ഹാഷിം ടെക്കി.